നമ്മുടെ സ്ഥിരം മെഴുക്കുവരട്ടി ആയിട്ടുള്ള ബീട്രൂട്ട് മെഴുക്കുവരട്ടിയാണ്. അതിനായിട്ട് ബീട്രൂട്ടിനകത്ത് ഈ മഞ്ഞളും ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് ആവിയിൽ വെച്ച് വേവിക്കും. എന്നിട്ട് അതൊന്ന് ഞെക്ക് കൊള്ളുന്ന രീതിയിലാകും. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് വെളുത്തുള്ളി ആവശ്യത്തിന് ചതച്ചത് ചേർക്കാം. അതിൻ്റെ കൂടെ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചിട്ട് കറിവേപ്പില ഇട്ടിട്ട് ഈ ബീട്രൂട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നല്ലതായിട്ടത് പറ്റി അതിൻ്റെ ആ ഒരു ചബ്ബിയായിട്ടിരിക്കുന്ന ബീട്രൂട്ടിനെ നമ്മൾ നല്ല തിന്നാക്കി എടുക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരുപാട് എണ്ണയൊന്നും നമ്മൾ ചേർക്കാറില്ല, കാരണം ഇത് വെന്തിരിക്കുന്നതുകൊണ്ട് ഒരുപാട് എണ്ണയുടെ ആവശ്യം വരത്തില്ല. പിന്നെ ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഈ ബീട്രൂട്ടിൽ. അത് നമ്മുടെ മുഖത്ത് ചുളിവുകൾ വീഴുന്നത് തടയും, അതേപോലെ തന്നെ സ്കിന്നിന് തിളക്കം നൽകും. പിന്നെ ഇതിൽ നൈട്രേറ്റ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനായിട്ട് ഇത് നല്ലതാണ്. കാരണം രക്തക്കുഴലുകളിലൂടെ വികസിക്കുന്നതിന് ഇത് വളരെയധികം സഹായിക്കും. അപ്പം ഇതിലൂടെ ബ്ലഡിൻ്റെ പോക്ക് വളരെ സുഗമമായിട്ട് നടക്കും. പിന്നെന്ന് പറഞ്ഞാൽ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഡയറ്റ് ചെയ്യുന്നവർക്ക് നല്ലതാണ്. കാരണം വിശപ്പ് നമുക്കധികം തോന്നിക്കത്തില്ല. നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വയറിൻ്റെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് വളരെയധികം നല്ലതാണ്. പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണും ഫോളിക് ആസിഡും അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ വിളർച്ച മാറുന്നതിന് നല്ലതാണ്. അതായത് ഹീമോഗ്ലോബിൻ്റെ അളവൊക്കെ വർദ്ധിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ഈ ബീട്രൂട്ടിന്. അപ്പോൾ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കി കൊടുത്തു വിടുക. അപ്പോൾ ഇനി കാണുന്നവരേക്കും ബൈ ബൈ.